പിന്നെ ഇപ്പം എനിക്ക് തന്ന ഈ ഉറപ്പുകൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ മുന്നേ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഡയറക്ടറാണ് മാമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളിപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് അത്രയും ഞാൻ വയലൻ്റ് ആയത് ആ ഒരു വാക്കിലായിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ തീരെ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. ഇന്നലെ നടത്തിയ പ്രതിഷേധം നല്ല രീതിയിൽ ഫലം കണ്ടു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കളക്ടർ മാം വന്നിരുന്നു, രാവിലെ മിനിസ്റ്റർ വിളിച്ചു. കളക്ടർ മാം വന്നപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ഒരാവശ്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യം പറഞ്ഞത്, ഞാൻ പോലീസ് ബോട്ട് പോകുമ്പം അതിൽ പോലീസുകാരെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ പോരാ, എൻ്റെ വിഭാഗത്തിൽപ്പെട്ട 2 പേര്, ഒരാളെ പോരാ, എനിക്ക് 2 പേരെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിച്ചു. അങ്ങനെ ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട്. അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നാവികസേന ഈ തെരച്ചിലിൽ പങ്കെടുക്കും, അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നേവി ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നേവിയുടെ ഷിപ്പിന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ അവർക്ക് എത്താൻ പറ്റത്തില്ല, അപ്പോൾ അത് എത്തും എന്ന് പറഞ്ഞു. വിഴിഞ്ഞത്തുനിന്നും അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞു. ഈ ഫിഷറീസ് മന്ത്രി വിളിച്ചിരുന്നു, എന്തെങ്കിലും പറഞ്ഞു സൂചിപ്പിച്ചിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? അദ്ദേഹം ഇന്നലെ നമ്മളവിടെ നിന്ന സമയത്തും വിളിച്ചു, ഇന്ന് രാവിലെയും വിളിച്ചു. എന്നോട് രേഷ്മ ചോദിക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഡിമാൻഡ് എൻ്റെ മോനെ അന്വേഷിച്ച് എനിക്ക് കയ്യിൽ തരാം എന്ന് ഉറപ്പ്. ഇന്നത്തേക്കൊരു അന്വേഷണത്തിന് നമ്മൾ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ആ ദിവസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്താണെന്ന് ഞാൻ നോക്കി കണ്ടറിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മുന്നൊരുക്കം മുമ്പേ നടത്തിയിരുന്നെങ്കിൽ ഈ തിരച്ചിലിന് ഫലമുണ്ടാകുമെന്ന് തോന്നിയിരുന്നത്? അതെ, മുന്നൊരുക്കം അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലും ചെന്നെത്തിപ്പെടേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു അപകടത്തിൽ ഉണ്ടായ ഈ ഒരു സാഹചര്യമുള്ള 1 അല്ല 2 അല്ല 3 അപകടം ഒരുമിച്ച് കണ്ട് വിറങ്ങലിച്ച് നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇത്രയും ഒരു അവസ്ഥയിലോട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടി വന്നു. അതിനുശേഷം മാത്രമാണ് സിസ്റ്റം നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, എന്നിട്ടും നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് പറയുന്നത്, പിന്നെ നിങ്ങളിപ്പോഴല്ലേ ആവശ്യപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഞാൻ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇത്രയും ഒരു ക്രൂരമായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന, ഇത്രയും ക്രൂരമായ ഒരു ദുഃഖം, തീവ്രമായതെന്നല്ല ക്രൂരമായ ദുഃഖം ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എൻ്റെ കടലോരങ്ങളിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ ഡ്രോൺ പരിശോധന, അതായത് കോസ്റ്റൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ പരിശോധന രേഷ്മ ഡിമാൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നലെ ചർച്ചേൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നോ? എങ്ങനെ എനിക്ക് മനസ്സിലായി? ഡ്രോൺ പരിശോധന രേഷ്മ ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താത്തതെന്ന കാര്യം കോസ്റ്റൽ പോലീസ് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് നേവി വരണം, എനിക്ക് ഡ്രോൺ വേണം, സ്കൂബ ഡൈവേഴ്സിനെ കൂടുതലായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറക്കണം, പിന്നെ പ്രാദേശികമായിട്ട് നീന്തൽ അറിയുന്ന ആളുകൾ, കക്ക വരുന്നത് പോലുള്ള ആളുകളെയും കൂടെ കൊണ്ടുവന്നിട്ട് വല നഷ്ടപ്പെട്ട ഏരിയയിൽ ഈ സ്കൂബ ഡൈവേഴ്സിനേക്കാളും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും. അപ്പോൾ ഈ കക്ക തൊഴിലാളികളെ കൂടെ, അതായത് നന്നായിട്ട് മുങ്ങൽ അറിയുന്ന ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വല, നമ്മുടെ വള്ളത്തിന് അപകടം സംഭവിച്ച ആ ഒരു ലൊക്കേഷനിൽ മുങ്ങി തപ്പി വല അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ആ വലയ്ക്കകത്ത് ചിലപ്പോൾ മോനുണ്ടാവുമെന്ന് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. ഞാനാണ് ഡ്രോൺ ആവശ്യപ്പെട്ടത്, ഞാനാണ് ഇതെല്ലാം ആവശ്യപ്പെട്ടത്. അവരുടെ സൈഡിൽ നിന്നുണ്ടായത് പോലീസ് ബോട്ട് നടന്നു, അന്വേഷിച്ചു, 2 ദിവസം ഹെലികോപ്റ്റർ വന്നെന്ന് പറഞ്ഞു എനിക്ക്. പക്ഷേ അതിലും ഞാൻ ആ ഹെലികോപ്റ്റർ പറന്ന് പോകുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഏകദേശം ഞാൻ ആ ഒരു സൗണ്ട് കേട്ടത് ടൈറ്റാനിയത്തിൻ്റെ ബാക്ക് സൈഡ് തൊട്ട് ഏകദേശം എനിക്കൊന്ന് തങ്കശ്ശേരി വരെ ഇങ്ങനെ കിടന്ന് കറങ്ങി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒഴുക്കിനൊത്ത് പോയെങ്കിലും നമ്മളൊരു കൂടുതലൊരു ലെങ്ത്തിൽ നോക്കുമ്പോഴായിരിക്കും അതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ഒന്നും അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ വീട്ടിലിരുന്ന് ഈ സൗണ്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോസ്റ്റൽ പോലീസ് ഇന്നലെ ഇപ്പോൾ പ്രതിഷേധമായിട്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. അപ്പോൾ അവിടുന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നു എന്നല്ലേ? ഇല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞോ അവരതെല്ലാം എനിക്ക് എൻ്റെ കൂടെ നിന്നു, എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാം ഞാൻ എന്തൊക്കെ ആവശ്യം എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചു വന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് വെച്ച ആവശ്യങ്ങളുണ്ടല്ലോ, അതായത് എനിക്ക് ഡ്രോൺ വേണം, എനിക്ക് നേവി വരണം, എനിക്ക് ഉറപ്പ് തരണം, എൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ ഇവരെന്നോടത് പറഞ്ഞു. എല്ലാത്തിനും ഒരു ഷുവർട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് തന്ന ഈ ഉറപ്പുകൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ മുന്നേ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഡയറക്ടറാണ് മാമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളിപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് എനിക്ക്
അത്രയും ഞാൻ വയലൻ്റ് ആയത് ആ ഒരു വാക്കിലായിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ തീരെ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. ഒരമ്മ എന്നുള്ള നിലയിലും ഇത്രയും അപകടങ്ങൾ എൻ്റെ ഒരു ദൃക്സാക്ഷി എന്നുള്ളൊരു നിലയിലും ഇത് ഞാൻ കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥയും എല്ലാം കൂടെ ഞാൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഈ നിലവിലെ തിരച്ചിലിൽ സംതൃപ്തയാണോ? ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തയാണ്.